സാർ സാർ ഒരു അപരിചിതനാണ്. വാതിൽ തുറക്ക്, വാതിൽ തുറക്ക്. ഒരു അപരിചിതനാണ്. വാതിൽ. ഞാൻ ശങ്കരനാരായണൻ, കേരള TTC 86 ബാച്ച്, നാട് കുറുവാഞ്ചേരി. കൊപ്ര കച്ചവടക്കാരൻ ഇസ്മയിൽ രാത്രി 10 മണിക്കാണ് വിവരം പറയുന്നത്. ആരാ ഈ പാതിരാത്രി കയറുമെന്ന് ഒച്ച വയ്ക്കുന്നേ? ഞാൻ കേരള TTC സ്കൂളിൽ സീറ്റ് ഒഴിവുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാ. ഇതിനൊന്നും നേരവും കാലമൊന്നും ഇല്ലേ? രാത്രി 2 മണിക്കാണോ KTC? ഇതാരാ, മകളാണോ? അയ്യോ, ഇതെന്താ സൈക്കിളോ? കോലായി മുഴുവൻ മണ്ണായില്ലോ. മുറ്റത്ത് വെച്ചാ സൈക്കിളിന്റെ ടയർ പട്ടിയടിക്കും. ടയർ അടിക്കുന്ന പട്ടിയൊന്നും ഇവിടെ ഇല്ല. ആരാമേ? ഏതോ ഒരു KTC. KTC അല്ല, കേരള TTC, നാട് കുറുവാഞ്ചേരി. ഇതാരാ, ഭാര്യയാണോ? കുറുവാഞ്ചേരി ഇവിടം വരെ സൈക്കിൾ ചവിട്ടി വന്നോ? 25 കിലോമീറ്ററല്ലേ ഉള്ളൂ. സാധാരണ 50-100 കിലോമീറ്റർ ഒക്കെയാ സൈക്കിൾ ഓടിക്കുന്നത്. ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഓട്ടം തുടങ്ങിയിട്ട് നാളെ കുറച്ചായേ. സൈക്കിൾ ഇറക്കി നോക്കണോ? നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം. അയ്യോ, എന്താ? എവിടെ നോക്കട്ടെ. 4 ലക്ഷമാണ് ഡിമാൻഡ് എന്ന് അറിഞ്ഞു. അത് ഇച്ചിരി കൂടുതലാണ്. എന്നാലും സീറ്റ് എനിക്ക് വേണം. സീറ്റ് തരാം, പക്ഷെ ഉറപ്പ് തരണമെങ്കിൽ പകുതി പണം അഡ്വാൻസ് ആയിട്ട് ഉടനെ കിട്ടണം. ഓ, സമാധാനായി. മറ്റാർക്കെങ്കിലും ഇതിനകം വാക്ക് കൊടുത്തിരിക്കുമെന്നുള്ള ഭയമായിരുന്നു. എങ്കിൽ പിന്നെ ഞാനിനി നിൽക്കുന്നില്ല, അഡ്വാൻസ് ആയിട്ട് വരാം. മറക്കരുത്, ശങ്കരനാരായണൻ, കേരള TTC, കുറുവാഞ്ചേരി. ഞാൻ ശങ്കരനാരായണൻ. അയ്യോ, എന്റെ ചട്ടിയൊക്കെ പൊട്ടിച്ചു. ഇയാൾ ഈ സൈക്കിൾ നോക്കിയെടുത്ത് എങ്ങോട്ട് പോകുന്നു? മുറ്റത്ത് വെച്ചാ സൈക്കിളിന്റെ ടയർ പട്ടിയടിക്കും. കോലായി സൈക്കിൾ വെച്ചൊക്കെ ഞാൻ സമ്മതിക്കില്ല. എങ്ങോട്ട് അല്ല, പട്ടി എന്റെ തന്ത അടിച്ചു വരും. ഞാൻ അഡ്വാൻസ് കൊണ്ട് വന്നതാ. എന്താ വിശാലം ഇത്? വീട്ടിൽ വരുന്ന അതിഥികളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? എന്താ അതിഥി? ഇയാൾ ചട്ടി പൊട്ടിച്ചു. ഒരു ചട്ടി പൊട്ടിയെങ്കിൽ 10 ചട്ടി വേറെ വാങ്ങിക്കാമല്ലോ. വിട്ടേക്കമ്മേ, അച്ഛന്റെ 4 ലക്ഷത്തെ ഉപദ്രവിക്കാതെ. 4 ലക്ഷം എന്നൊക്കെ ആദായ നികുതിക്കാർ കേട്ടാ നമ്മളെല്ലാം അകത്താവും. എന്തായാലും 4 ലക്ഷം വാങ്ങിച്ചിട്ടാണ് ആളെ ചേർക്കുന്നതെന്ന് അച്ഛനിപ്പോ സമ്മതിച്ചോ? എല്ലാം നിനക്ക് വേണ്ടിയാ മോളെ. ഈ തുക കിട്ടിയിട്ട് വേണം മോളെ കല്യാണം കഴിച്ച് അയപ്പിക്കാൻ. ഓ, എന്തൊരഭിനയം. അപ്പൊ കാര്യങ്ങൾ പരസ്പര പൂരകമാണ്. ജോലി കിട്ടിയിട്ട് വേണം എനിക്ക് കല്യാണം കഴിക്കാൻ. എന്റെ 4 ലക്ഷം കിട്ടിയിട്ട് വേണം മകളെ കല്യാണം കഴിപ്പിക്കാൻ. ലക്ഷത്തിന്റെ കാര്യം പതുക്കെ പറയാൻ പറഞ്ഞിടൂ. അഡ്വാൻസ് തുക തൽക്കാലം 1 ലക്ഷം മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. 2 ലക്ഷം കൊണ്ടുവരാന്ന് പറഞ്ഞ് പോയിട്ട് ശരിയാവും, ഉടനെ ശരിയാവും. ഇതങ്ങ് വാങ്ങിയാട്ടെ. അല്ല, അത് ബാക്കി 3 ലക്ഷം കിട്ടിയിട്ട് എന്നെ അപ്പോയിന്റ് ചെയ്താൽ മതിയെന്നേ. അല്ല, എനിക്കിതിനൊരു രസീതി വേണം. അതൊന്നും നടക്കില്ല. ആദായ നികുതിക്കാണെങ്കിൽ നമ്മളെ 2 പേര് അകത്താക്കും. അപ്പോ ഞാൻ പുറത്തു പോയി 2 സാക്ഷികളെ കൂട്ടിക്കൊണ്ട് വന്നാൽ? അല്ല സാറി, തുക വാങ്ങിച്ചോന്ന് എനിക്കൊരു ഉറപ്പിന്. സാക്ഷികളല്ലല്ലോ ഈ നിൽക്കുന്നത്. ഇത് മതിയാ? പോരെങ്കിൽ ഏറ്റവും വലിയ സാക്ഷിയല്ലേ മോള് നിൽക്കുന്നത്. ആര്? കർമ്മസാക്ഷി, സൂര്യഭഗവാൻ. അപ്പൊ പിന്നെ ഞാൻ നിൽക്കുന്നില്ല. ബാക്കി 3 ലക്ഷം സംഘടിപ്പിക്കണമല്ലോ. പൊട്ടിയ ചട്ടി വാങ്ങിക്കണം. എന്തൊക്കെ ആവശ്യങ്ങളാ ഈശ്വര. കുടുകുടു കുടുകുടു കേൾക്കുന്നു, ഇടിയുടെ ശബ്ദം കേൾക്കുന്നു. പാനത്തച്ഛൻ 10 തേങ്ങ പെറുക്കിയിടുന്നല്ലോ. എന്നിട്ട് വർഷമാസഗതി എനിക്ക് ഉണ്ടാവാനോ? എന്നെ കിട്ടൂല. മുണ്ടെന്ന് പറയാനാണെന്ന് ചോദിക്കണേ. എങ്ങോട്ടായിരിക്കണം കൊണ്ട്? കാളച്ചന്തയിലേക്ക്. രാവിലെ തുടങ്ങിയത് കാളച്ചന്ത കാണണോ? വെള്ളം ആടി മാണിക്ക് കൊള്ളുന്ന നേരിട്ട് കാണണോത്രേ. ചെല്ലു ചെല്ലേ. എന്താ ഈ സാർ, 1 ലക്ഷം മാസം വരും അറിയിച്ചോന്ന് ചോദിച്ചാൽ അകത്തിൽ സംസാരിക്കാം. എന്തോന്ന് നമുക്ക് 2-3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ആലോചിക്കാനുള്ളത്. അതിലൊന്ന് ആൻ ടീച്ചറിന്റെ കാര്യമാണ്. 4 കൊല്ലം മുമ്പുള്ള കാര്യമായിരിക്കാം. എന്നാലും ഈ ഇരിക്കുന്ന ആന ടീച്ചറുടെ മുഖത്ത് കരിവാരി തേച്ചിട്ട് പോയ ആളാണ് ആ ഗോകുലകൃഷ്ണൻ മാഷ്. അതൊക്കെ ആന ടീച്ചർ അപ്പോഴേ മറന്നു കാണും, അല്ല ടീച്ചറെ? മറന്നിട്ടൊന്നുമില്ല. എന്റെ കാര്യത്തിൽ ഇടപെടാൻ അയാൾക്ക് ആരാ അധികാരം കൊടുത്തത്?
എന്റെ ഭർത്താവിന് ഞാൻ ആരാണെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകാതിരുന്നത്. എന്നാലും അവൻ കാണിച്ച ചരിത്രമല്ലേ? പക്ഷേ അയാളിവിടെ മാഷായിട്ട് വരുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അത് ടീച്ചറുടെ വലിയ മനസ്സ്. എന്നാൽ എനിക്കത് അങ്ങോട്ട് അന്ന് അയാൾ 25,000 രൂപ ഏ? തന്നിട്ടുണ്ടെന്ന് പറഞ്ഞതായിട്ടാണല്ലോ എന്റെ ഓർമ്മ. അല്ലെങ്കിലും ക്ലെയിം ഉള്ള ആളെ വേണ്ടേ ചേർക്കാൻ? ഞാൻ വിവരമൊക്കെ അറിയിച്ചെന്നേ. അയാൾക്ക് വേറെ എന്തെങ്കിലും ജോലി കിട്ടിക്കാണും. അല്ലാതെ 3-4 കൊല്ലമായിട്ട് ഈ ജോലിക്ക് വേണ്ടി വായും വിളിച്ചിരിക്കുമെന്ന് വിചാരിക്കാൻ ഒരു ന്യായവും കാണുന്നില്ല. ഞാൻ ഇന്നലെ ഒരു മിടുക്കനായ ചെറുപ്പക്കാരനെ കണ്ടു. കുറുവാഞ്ചേരിക്കാരനൊരു ശങ്കരനാരായണൻ. പാവായുടെ പണമൊന്നുമില്ല, ഞാനത് നോക്കൊന്നുമില്ല. സാർ, അടിസ്ഥാനപരമായി ഗോകുലകൃഷ്ണൻ മാഷ് ഒരു പാവമാണ്. അയാൾ ഇല്ലെങ്കിൽ മറ്റൊരാൾ ആലോചിച്ചാൽ മതി. അയാൾക്ക് വേറെ ജോലി കിട്ടിക്കാണും മാഷേ. ഈ DPIP വലിയ ചതിയായി പോയി. ഒരെണ്ണം പറഞ്ഞാൽ അനുസരിക്കില്ല. രക്ഷിതാക്കളാണെങ്കിൽ ദിവസേന വന്നോണ്ടിരിക്കുക. അതെന്തിനാ? പിള്ളേരുടെ TC വാങ്ങാൻ. അല്ലാതെ എന്തിനാ? ഈ പാഠ്യപദ്ധതിയിൽ പലർക്കും വിശ്വാസമില്ല. പിള്ളേര് 10ാം ക്ലാസ് എത്തുമ്പോഴേക്കും എട്ടും പൊട്ടും തിരിയാത്ത പൊട്ടന്മാരായി പോകുന്ന എല്ലാവരുടെയും പേടി. കൊടുക്കരുത്, ഒരൊറ്റ എണ്ണത്തിൽ TC കൊടുക്കരുത്. എന്ന് വെച്ചാൽ TC താടാന്നൊക്കെ പറഞ്ഞ് ചിലർ തല്ലാൻ വരിക. തല്ല് കൊണ്ടാലും TC കൊടുക്കരുത്. ഈ DPIPയുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്കൂളിന്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാവും. ഈ DPIP മനുഷ്യനെ തുലച്ചിട്ടേ പോകുള്ളൂ തോന്നുന്നു. വേൾഡ് ബാങ്ക് ഏർപ്പാടുകൾക്ക് വല്ല കാര്യമുണ്ടോ? ചുമ്മാ ജില്ല തോറും കോടിക്കണക്കിന് രൂപ വാരിയറിയാൻ. തന്തമാരും തള്ളമാരും പിള്ളേരുടെ TC വാങ്ങിക്കാൻ സ്കൂളിലേക്ക് ദിവസവും വന്നോണ്ടിരിക്കുക. അവറ്റകളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലോട്ട് മാറ്റാൻ. അല്ല, ഗോകുലേഷൻ മാസ്റ്റർ കയ്യിൽ നിന്ന് വാങ്ങിച്ച 25,000 രൂപ നിങ്ങൾ തിരിച്ചു കൊടുത്തെന്നല്ലേ പറഞ്ഞത്? അതെ, തിരിച്ചു കൊടുത്തല്ലോ. നോക്കെടുത്ത നുണയെ പറയൂന്ന് അറിയാഞ്ഞിട്ടല്ല, സത്യമല്ല അയാള് പറഞ്ഞു. ആര്? 5 മിനിറ്റ് മുമ്പാ ഗോകുലേഷൻ മാസ്റ്റർ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയത്. അവൻ വന്നോ? ശിവദാസ, ശങ്കരക്കുട്ടി, ശങ്കരക്കുട്ടി, നമ്മളെ കത്തയച്ചത് വെറുതെ ആയില്ല. ഗോലക്ഷ്മ സ്ഥലത്തെത്തി കഴിഞ്ഞു. അവൻ ജോലി കിട്ടിയില്ലെന്നിറങ്ങി സ്ഥലം വിടുന്നതിന് മുമ്പ് നമുക്ക് അവന്റെ തപ്പണം. 4 2 തല്ലി ഓടിക്കണം. ആരൊക്കെയാണ് എന്റെ കൂടെ വരണമെന്ന് വെച്ചാൽ ഇപ്പൊ പറയണം. ഞാൻ റെഡി മുതലാളി. ഞാനും റെഡി. എന്നാ പിന്നെ സമയം കളണ്ട, വരൂ. Huh?